എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായൊരു വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ഇസ്മായേൽ, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇസ്മായേൽ ആരാണെന്ന് എല്ലാവർക്കും നല്ല അറിവുള്ളതാണ്. അബ്രഹാമിൻ്റെ മൂത്ത മകനാണ് ഇസ്മായേൽ. ഇസ്മായേലിൻ്റെ അമ്മ ഹാഗാർ എന്ന സ്ത്രീയാണ് അബ്രഹാമിൻ്റെ സാറായുടെയും വെപ്പാട്ടി. കനാൻ ദേശത്തേക്കുള്ള യാത്രയ്ക്ക് ശേഷം ദൈവം വീണ്ടും അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും എന്ന്. ഏതാണ്ട് 75 വയസ്സുള്ളപ്പോൾ അബ്രഹാം കനാൻ ദേശത്ത് എത്തി. അവിടെ വന്ന് 10 വർഷം കാത്തിരുന്നു. സന്തതി ജനിക്കുന്നില്ല. വീണ്ടും താമസം എന്ന് കാണുന്നു. സാറായിക്കാണെങ്കിൽ ഒരു സന്തതിയെ ലഭിക്കുവാനുള്ള അതിയായ ആഗ്രഹം. അതിൻ്റെ പേരിൽ അബ്രഹാമിനോടൊരു ആലോചന പറയുന്നു. ഹാഗാറിനെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഹാഗാറിൽ അബ്രഹാമിനൊരു സന്തതി ജനിക്കുന്നു. ആ സന്തതിക്ക് ഇസ്മായേൽ എന്ന് പേര്. അതിൻ്റെ ശേഷമാണ് ഇസാക്ക് ജനിക്കുന്നത്. ഇസാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായി. അപ്പം ഈ ഇസ്മായേൽ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പരമ്പരയെക്കുറിച്ചും അദ്ദേഹത്തിന് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലാണ് ഈ വിഷയത്തിൻ്റെ തുടക്കം. 16-ന്റെ 3-ാമത്തെ വാക്യം, അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രയീമ്യ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൾ ഗർഭം ധരിച്ച്, അപ്പോൾ ഹാഗാറ് ഗർഭിണിയായി എന്ന് കണ്ട് അപ്പോൾ സാറായിക്ക് ഇഷ്ടക്കുറവുണ്ടാകും. അത് സാറായിക്ക് ഹാഗാറിനോട് അനിഷ്ടമുണ്ടാകും. അതുകൊണ്ടോ ഹാഗാറിൻ്റെ കുഴപ്പമില്ല ഉണ്ടാക്കിയത് സാറാ തന്നെയാണ്. സാറായുടെ ആലോചന തന്നെയാണ്. അബ്രഹാമിൻ്റെയും ആലോചനയല്ല. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുമെന്ന് അപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ, ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി, യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് അബ്രഹാമിനോട് പറയാം. പരാതി ആയിട്ട് അബ്രഹാമിൻ്റെ അടുത്തില്ല. അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറി. അവളിപ്പോൾ എൻ്റെ സ്ഥാനം അവൾ ഏറ്റെടുത്തിരിക്കുന്നത് പോലെയാണ്. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ആ സാറായിയോടുള്ള സ്നേഹം, ആ ഹൃദയവിശാലത, അത് മാത്രമല്ല ദൈവവാക്തത്തിനായി കാത്തിരിക്കുന്ന അബ്രഹാമിൻ്റെ ആ ക്ഷമ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നിന്റെ ദാസി നിന്റെ വീട്ടിൽ നിന്റെ അധികാരത്തിലിരിക്കുന്നു, നിനക്ക് ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാം. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുകയോ എന്തു വേണേലും നിനക്ക് ചെയ്യാമെന്ന്. അങ്ങനെ
ഹാഗാറ് അബ്രാഹാമിൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിലെ ഒരു നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. അപ്പോൾ ഹാഗാറിൻ്റെ ഈ ഓടിപ്പോക്കിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ യാത്രയിൽ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ ആ ഇടപെടൽ, അതെന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഇടപെടുന്നത്? അബ്രാഹാമിനോടുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പേരിൽ. അബ്രാഹാമിൻ്റെ ഭവനത്തിൽ നിന്നാണ് ഇവൾ പുറപ്പെട്ടു പോകുന്നത്. ഹാഗാറിൻ്റെ യാതൊരു കുഴപ്പം കൊണ്ടുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. അപ്പോൾ നീ അനാഥയായിട്ട് പോകണ്ട, നീ മടങ്ങിച്ചെന്ന് യജമാനത്തിക്ക് കീഴടങ്ങി അവിടെ താമസിക്കുക എന്ന ദൈവത്തിൻ്റെ ദൂതൻ അരുളി. യഹോവയുടെ ദൂതൻ പറയുന്നു, യഹോവ പറയുന്നു, രണ്ടും ഒന്ന് തന്നെയാണ്. ചിലർക്ക് ഈ കാര്യത്തിലൊക്കെ സംശയമുണ്ട്. യഹോവയുടെ ദൂതൻ പറഞ്ഞു എന്നുള്ളതും യഹോവ പറഞ്ഞു എന്നുള്ളതും രണ്ടും രണ്ട് കാര്യമാണെന്ന് സമർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളുകളാണ്. യഹോവയെ കണ്ടു എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദൂതനെ കണ്ടാലും യഹോവയെ കണ്ടെന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പം ഇവിടെ മടങ്ങിച്ചെന്ന് ഇരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. ഇവിടെ മുതലാണ് ഇസ്മായിലിനെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് പറയും. ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ഇതിപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത് വളരെ അർത്ഥവത്തായിരിക്കുക. ഒരു വലിയ ജനസമൂഹമാണ് ഇവർ. ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ജനസമൂഹമാണ്. ഇസ്രായേല് ആകെ ഒരു 3 കോടി എണ്ണമേ ഇപ്പോഴും ഉള്ളൂ. അപ്പോൾ അതിലും ഈ സന്തതി പെരുത്തുപോയി. അതവരുടെ പ്രത്യേക ഒരു കഴിവാന്നുള്ളത് നമുക്ക് ഈ കാലത്ത് തന്നെ മനസ്സിലാക്കാം. ഇസ്മായിലിയരുടെ ആ പുത്ര ഉൽപാദനത്തിനുള്ള ആ ഉത്സാഹം നമുക്കിന്ന് കാണാൻ കഴിയും. ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. യഹോവ നിന്റെ സങ്കടം കേൾക്കും. ഏതൊരു സ്ത്രീക്കുള്ളൊരാഗ്രഹമാണ് ഒരു അമ്മയാവണമെന്ന്. ഒരു മകനോ മകളോ ഉണ്ടായെങ്കിൽ അമ്മയാവും. അപ്പോൾ ഏതായാലും ഹാഗാറിൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരമായി, നീ ഒരു മകനെ പ്രസവിക്കും. പിന്നെ ജനിക്കുവാനുള്ള മകനെക്കുറിച്ച് പറയുന്ന 2-3 കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. ഒന്നാമത്തെ കാര്യം. നമ്മളെ സംബന്ധിച്ചാണ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അവൻ വളരെ ഉന്നതനായിരിക്കും, അവനൊരു ലോക നേതാവായിരിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഹാഗാറിനോട് യാതൊരു
വികാരഭേദമുള്ളതായിട്ട് വന്നു. അവൻ കാട്ടുകഴുതയെ പോലെയുള്ളവനായിരിക്കും. പിന്നെയോ, അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അപ്പോ ഒരു പ്രശ്നത്തിന് വേണ്ടി ജനിക്കുന്ന ഒരു സന്തതിയായിട്ടാണ് ഇവിടെ യഹോവയുടെ ദൂതൻ പറഞ്ഞത്. അവന്റെ കൈ സകല ജാതികൾക്കും എതിരായിരിക്കും, സകല ജാതികളുടെയും കൈ അവനെതിരായിരിക്കും എന്നാ പറഞ്ഞു. ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? സകല ജാതികളുടെയും കുഴപ്പമല്ല, ഈ ജനിക്കാനിരിക്കുന്ന സന്തതിയുടെ കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ പോകുന്നതെന്ന് യഹോവയുടെ ദൂതൻ പറയുകയാണ്. അപ്പൊ രണ്ട് കാര്യമായി. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി. മൂന്നാമത്തെ കാര്യം, അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഇപ്പൊ ജഡപ്രകാരം അവരുടെ പാർപ്പ് അങ്ങനെ തന്നെയാണ്. ഒന്ന് പടിഞ്ഞാട്ടാണ്, ഒന്ന് കിഴക്കോട്ടാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്മായിലിനെ കുറിച്ച് അരുളി ചെയ്തു. അപ്പൊ ഏറ്റവും വർദ്ധിക്കും ഈ സന്തതി എന്ന് പറഞ്ഞു. ഈ സന്തതി ദൈവവാഗ്ദത്തപ്രകാരമുള്ള സന്തതി അല്ല എന്നുള്ളതിൻ്റെ മൂന്ന് തെളിവുകളാണ്. അബ്രഹാമിന് ഇസാക്ക് ജനിക്കുമ്പോൾ നിന്റെ സന്തതിയിൽ ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തവും ഇവിടെ പറയുന്ന ഈ മുന്നറിയിപ്പുമായി എത്രയോ അന്തരമാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ ഹാഗാറിനുള്ള ഒരു വിശേഷത എന്താണെന്നറിയോ? ഹാഗാര് അബ്രഹാമിന്റെ ഭവനത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഹാഗാർ ഏകദൈവ വിശ്വാസിയാണ്, അബ്രഹാമിനെ പോലെ തന്നെ. ദൂതൻ സംസാരിക്കുമ്പോൾ തന്നെ ഹാഗാർ അത് പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറയും. അതായത് യഹോവ ഹാഗാറിനെ കാണുന്നു എന്നാണ്. യഹോവയെ കുറിച്ചുള്ള ഈ അറിവ് ഹാഗാറിന് കിട്ടിയത് എവിടുന്ന? അബ്രഹാമിൽ നിന്നാണ്. ഹാഗാറ് മിസ്രൈമ്യ ദാസിയാണ്. മിസ്രൈമ്യ ദാസി എന്ന് പറഞ്ഞാൽ ഹാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, അതിൽ നിന്ന് ജനിച്ച ഒരു സ്ത്രീയാണ്. ഹാം ശപിക്കപ്പെട്ടവനെന്നാണ് അന്ന് നോഹ പറഞ്ഞു. നോഹയുടെ 3 പുത്രന്മാരുണ്ട്, ഷേം, ഹാം, യാഫെത്ത്. ഇവരിൽ നിന്നാണ് ഭൂമിയിൽ പിന്നെ ജാതികൾ ഉണ്ടായത്. അതില് ഹാമിൻ്റെ വംശപരമ്പര, കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ, ഇങ്ങനെ 4 ആൺമക്കളാണ് ഹാമിനുണ്ടായത്. അവർ കൂശ്യര്, മിസ്രയീമ്യര് എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പം നമ്മൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്ന ഇസ്മായിലിനെ കുറിച്ച് ഉള്ള യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ഈ പറയുന്ന എല്ലാ നിവൃത്തികളും കാണാം. ലോകത്തിലെ സകല ജാതികൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഇസ്മായിലിൽ. ഒരു ജനസംഖ്യയിൽ ഇപ്പോൾ വളരെ മുതിർന്നിരിക്കുകയാണ്. അവർക്കുള്ള ഏക ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏകദൈവ വിശ്വാസികളാണ് എന്നുള്ളതാണ് ഗുണം. അത് അബ്രാഹാമ്യ ഭവനത്തിൽ നിന്ന് പാരമ്പര്യമായി കൈമാറി കിട്ടിയ ഒരു വലിയ അനുഗ്രഹം തന്നെ.
അവരുടെ ദൈവം അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹു ഏകനാണെന്ന് അവർ പഠിപ്പിക്കുന്നു. അള്ളാഹു ത്രിയേകനാണെന്ന് അവർ പഠിപ്പിക്കുന്നില്ല. അള്ളാഹു ഒരു ഏക വ്യക്തിയാണെന്ന് വേദപുസ്തകം അത് തന്നെ പറയുന്നു. അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ ഏകൻ എന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അബ്രഹാമിൻ്റെ രണ്ട് മക്കളും ഒരുപോലെ, യാതൊരു വ്യത്യാസമില്ല. അവരുടെ അടുത്തേക്ക് തൃത്വം കൊണ്ട് ചെന്നാൽ അവരത് പൊട്ടിക്കൊടഞ്ഞ് തവിടുപൊടിയാക്കി ദൈവം ഏകനെന്ന് സ്ഥാപിക്കും. ആ കാര്യത്തിൽ ഇന്നും അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ക്രൈസ്തവ മത പണ്ഡിതന്മാരും ഇസ്ലാം മത വിശ്വാസികളുമായിട്ട് തൃത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ക്രൈസ്തവ മത പണ്ഡിതന്മാരെല്ലാം തോറ്റ് തുന്നം പാടി പിരിയാണ് ഉണ്ടായിട്ടുള്ളത്. ദൈവം ഏകനെന്നുള്ള മഹാസത്യം ഇവർക്ക് കൈമുതലായിരിക്കുന്നു എന്നുള്ള വലിയൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ യഹോവയുടെ പേര് പറയാതെ ആ പേരിന് സമാന്തരമായി അള്ളാ എന്ന് അവർ പറയും. അള്ളാഹു അള്ളാഹ് എന്നൊക്കെ പറയും. ദൈവത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അവൻ അള്ളാഹു ആണെന്ന് പറയും. ഇസ്രായേലിനോട് ചോദിച്ചാൽ യഹോവ എന്നവർ പറയും. അപ്പോൾ ഇസ്മായേലിന് എന്ത് ചെയ്തു? പേര് മാറ്റി. യഹോവയ്ക്ക് പകരം മറ്റൊരു പേര്. അപ്പം ഇസ്മായേലിൻ്റെ പ്രവർത്തനങ്ങൾ സകല ജാതികൾക്കും എതിരായിട്ട് അവർ പ്രവർത്തിക്കുന്നു. സകല ജാതികളും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. സഹോദരന്മാർക്കെതിരായി നിൽക്കും. സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഇസാക്ക് മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല. അബ്രഹാമിന് മൂന്നാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു, കെത്തൂറ എന്നാണ് പേര്. ഈ കെത്തൂറയ്ക്ക് 6 മക്കളുണ്ടായിരുന്നു. അവരുടെ വംശ പരമ്പരയും വലിയൊരു ജനസംഖ്യയാണ്. അവർക്കും എതിരായിട്ടാണ് ഈ ഒരു വിഭാഗം നിലകൊള്ളുന്നത്. ഈ രണ്ടും ദൈവവാഗ്ദത്തത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് വേദപുസ്തകം പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വാക്യം പരിശോധിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഇവിടെ അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തപ്രകാരവും ജനിച്ചിരിക്കും. അപ്പോൾ ഹാഗാറും സാറായും 2 നിയമത്തെയാണ് കാണിക്കുന്നതെന്നാണ് അപ്രത്തോലം പറയുന്നത്. ബൈബിളിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ നിയമ ചരിത്രങ്ങൾ, കഥകൾ, ഇതിലെല്ലാം ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനുകൾ വളരെ അലങ്കാരികമായി അടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് നമുക്ക് കിട്ടുന്ന പ്രത്യേക ഒരു കൃപ. അപ്പോൾ സാറായും ഹാഗാറും 2 നിയമത്തിൻ്റെ സൂചനകൾ. ഒന്ന് സീനായി മലയിൽ അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. സീനായി മലയിൽ എങ്ങനെ അടിമകളെ പ്രസവിക്കുന്നു? അതായത് ന്യായപ്രമാണം എന്ന ആ പ്രമാണത്തെയാണ് ഹാഗാർ കാണിക്കുന്നത്. ന്യായപ്രമാണം മനുഷ്യജാതിയെ അടിമയാക്കുക, അല്ലാതെ
പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയല്ല. പിന്നെ സാറായുടെ പ്രമാണം മീതെയുള്ള യെരൂശലേം, അതാണ് സ്വതന്ത്ര പ്രസവിച്ചവൾ. ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വാക്തത്വമാണ് പുതിയ യെരൂശലേം, അതായത് സാറ ചിത്രീകരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവളല്ലോ നമ്മളുടെ. ഇപ്പൊ ഹാഗാറിന്റെ മക്കൾ അടിമയിലിരിക്കുന്നു. ഏതെല്ലാം കാര്യത്തിലാണ് അവർ അടിമയിലിരിക്കുന്നത്? അബ്രഹാമ്യ ഭവനത്തിൽ നൽകപ്പെട്ട വാഗ്ദത്തത്തിന്റെ വെളിച്ചത്തിൽ അറബികൾ അടിമയിലാണ്. അവർക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവകാശം കിട്ടിയിട്ടില്ല. അത് പ്രാപിക്കാൻ അവർക്ക് വിളിയുണ്ടായിട്ടില്ലെന്നുള്ളതാണ്. അത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. ഈ അറബി എന്നുള്ള പ്രയോഗം തന്നെ ഇതിൻ്റെ എല്ലാം തെളിവാണ്. ഇസ്മായേല്യരുടെ വാദം എന്താണ്? യഥാർത്ഥത്തിൽ ഞങ്ങളാണ് അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതി എന്നാണ്. ഇസ്രായേലാണ് അടിമത്ത സന്തതി. അതുകൊണ്ട് വാഗ്ദത്ത സന്തതി അടിമത്തത്തിലിരിക്കുന്ന സന്തതികളെ മുടിച്ച് നശിപ്പിക്കണമെന്നാണ് ഇവരുടെ അവകാശവാദം. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അതായത് സാറായെക്കുറിച്ചാണ്. സാറായാണ് നമ്മളുടെ അമ്മ. ഇവിടെ നമ്മളുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ജഡിയ ഇസ്രായേലിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന ആത്മീയ ഇസ്രായേലിനെ സംബന്ധിച്ച്. ആത്മീയ ഇസ്രായേൽ രൂപം കൊള്ളുന്നത് യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വിശ്വാസത്താലാണ് ആത്മീയ ഇസ്രായേൽ രൂപം കൊള്ളുന്നത്. ജഡിക ഇസ്രായേൽ ഈ വിശ്വാസത്തിൽ രൂപം കൊള്ളുന്നില്ല. ജഡിക ഇസ്രായേൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജഡിക ഇസ്രായേലും വാഗ്ദത്തപ്രകാരം അല്ലാതെ ജനിച്ച ഹാഗാറിന്റെ മക്കളും ഇന്നും അടിമത്വത്തിൽ ഇരിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അറബികൾ സമ്മതിക്കുകയില്ല. അങ്ങനെ സമ്മതിച്ചാൽ വേറെ ചില കുഴപ്പങ്ങളുണ്ട്. കാരണം എന്താ? ഈ ഖുർആൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധ ഗ്രന്ഥം അത് എഴുതിയിരിക്കുന്നത് ബൈബിളിൻ്റെ ചരിത്രങ്ങളും കഥകളും സംഭവങ്ങളും എല്ലാം പേരും കാലങ്ങളും മാറ്റി വ്യത്യസ്ത രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കോപ്പിയടി പുസ്തകമാണ് ഖുർആൻ. കോപ്പി അടിയാണെന്നുള്ളത് ഇന്ന് പ്രസിദ്ധമായിരിക്കുകയാണ്. കോപ്പി അടിച്ചതാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ വേദപുസ്തകത്തിൽ തന്നെ നിരത്താനുണ്ട്. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മായേലിന് ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്രവാചകനാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ പഴയ നിയമത്തിൽ വന്നിട്ടുണ്ട്. അത് ചില പ്രവാചകന്മാരെ അവർ അംഗീകരിച്ചു. മോശ ഒരു പ്രവാചകനാണ്. മോശ പ്രവാചകനാണെന്ന് പറഞ്ഞാലും മോശ പറഞ്ഞ കാര്യങ്ങൾ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ? മോശ പറഞ്ഞു, എന്നെപ്പോലും ഒരു പ്രവാചകനെ ദൈവം ഭാവിയിൽ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. അത് യേശുക്രിസ്തു ആണെന്ന് അപ്പോസ്തലൻ സമർത്ഥിക്കുകയാണ്. അപ്പോൾ മോശ പറഞ്ഞ ചില കാര്യങ്ങൾ തള്ളിക്കളയും, ചില കാര്യങ്ങൾ സ്വീകരിക്കും. മോശയുടെ 5 പ്രമാണങ്ങൾ അവർക്ക് വിശ്വാസയോഗ്യമാണെന്നാണ്. അപ്പം അതിൽ പറയുന്നതാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെപ്പോലും ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തന്നു. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. അങ്ങനെ ഛേദിക്കപ്പെടാനുള്ള അനുസരണക്കേട് അറബികളെന്നോ യഹൂദനെന്നോ ജാതികളെന്നോ ഇല്ല. ഭാവിയിൽ
ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏത് ഒരു മനുഷ്യനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്നുള്ളത്. ഇസ്മായേല്യര് എന്ന് പറയുന്ന വിഭാഗം അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് അവകാശപ്പെടുകയും അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ ത്യജിച്ചു കളഞ്ഞിട്ട് പേര് മാറ്റി ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന് ഇന്ന് വളരെ എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നാശത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. യെശയ്യാ പ്രവചനം 21-ാം അധ്യായം 13-ാം വാക്യം. അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം, ദോദാന്യരുടെ സാർത്ഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പിൻ. അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം, ദോദാന്യരുടെ സാർത്ഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പിൻ. വെളിമ്പ്രദേശത്തേക്ക് വരണ്ടെന്നാണ്. കാരണം എന്താ? അവരുടെ പ്രവൃത്തികൾ ആ വിധത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഇസ്മായേലിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. അവൻ കാട്ടുകഴുതയെ പോലെയുള്ളവനായിരിക്കും, അതുകൊണ്ടാണ് കാട്ടിൽ പാർപ്പിൻ എന്ന് പറഞ്ഞു. പല കഴുതകളെ കൊണ്ടും പലർക്കും ഉപകാരം ഉണ്ടായിരുന്നു. ഈ കാട്ടുകഴുതയെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ? ഒരു ഉപകാരമില്ല. അത് കാട്ടിൽ തന്നെ കിടക്കുമോ? അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ല, അത് ദൈവം അവർക്ക് അങ്ങനെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നതാണ്. അത് ഒരു മനുഷ്യൻ്റെ കുഴപ്പമല്ല. അതിൻ്റെ ഉത്തരവാദി യഹോവ തന്നെയാണ്. അത് യഹോവ തന്നെ നേരെയാക്കിക്കൊള്ളും. എങ്ങനെ നേരെയാക്കും? അവർ അബ്രഹാമ്യ ഭവനത്തിലേക്ക് വരണം. അബ്രഹാമിൻ്റെ ദൈവത്തെ സേവിക്കണം. അബ്രഹാമിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അവരും അംഗീകരിക്കേണ്ടി വരും. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ്, അന്ത്യപ്രവാചകൻ, ബൈബിളിലെ അന്ത്യപ്രവാചകൻ ആരാന്നറിയോ? ആരാ? യോഹന്നാൻ സ്നാപകനാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാന്മാരെ എന്ന ആധികാരികമായി അന്ത്യപ്രവാചകനാരാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞതാണ് വന്നപ്പോൾ. ഇവിടെ അന്ത്യപ്രവാചകനാരാ? മുഹമ്മദാണ്. മുഹമ്മദ് എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യന് വേണ്ടി യഹോവയുടെ നിർണയമായിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വേദത്തിന് വിരുദ്ധമാണ്, യഹോവയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് അവൻ സകലത്തിന് എതിരായി നിൽക്കുമെന്ന് പറഞ്ഞിരിക്കും. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങൾ എടുത്ത് നമ്മൾ സംസാരിച്ചാൽ വേദപുസ്തകത്തിന് എതിരായിട്ട് പ്രവചിക്കുന്ന പല പ്രവചനങ്ങളും കാണാൻ കഴിയും. പ്രവചനത്തിൽ ഞാൻ പറഞ്ഞാൽ വരുവാനുള്ള കാര്യങ്ങൾ മുൻപ് കൂട്ടി പറഞ്ഞതല്ല. വരുവാനുള്ള കാര്യങ്ങൾ മുൻപ് കൂട്ടി പറയാൻ ഒരു പ്രവാചകനും കർത്താവിൻ്റെ കാലശേഷം ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ശക്തിമത്തായി പറയുക എന്നുള്ളതാണ് പ്രവചനം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം. വളരെ ശക്തിയോടെ പറയുക, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ശക്തിയോടെ പറയുക. വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളെ മറ്റു രൂപങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട്, അതിന് ഒരു ഉദാഹരണം പറയാം. കർത്താവിനോട് ചോദിച്ചു, സദൂക്യരും പരീശന്മാരും അവൻ്റെ അടുക്കൽ. ഒരു സ്ത്രീ 7 ഭർത്താക്കന്മാർക്ക് ഭാര്യയായി. ആദ്യം ഒരു ഭർത്താവിന് ഭാര്യയായിരുന്നു, അവൻ മരിച്ചു.
അവൻ്റെ സഹോദരൻ ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. അവനും മരിച്ചു. ആർക്കും മക്കളില്ല. അങ്ങനെ 7 പേർക്ക് ഒരു സ്ത്രീ ഭാര്യയായിരുന്നു. പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയാകും എന്നാണ് ചോദ്യം. കർത്താവിനോട് ചോദിക്കുന്നത്. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യഹൂദന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയിലേക്ക് മനുഷ്യൻ വീണ്ടും വരുമെന്നുള്ള ഒരു അറിവാണ്. അപ്പോൾ വീണ്ടും വരുമ്പോൾ വിവാഹിതരാകുന്നുണ്ടേ. അപ്പോൾ ഓരോരുത്തരും വലുത് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ഭാര്യ എവിടെയെന്ന് അന്വേഷിക്കും. ആദ്യത്തെ അവൻ വരുന്നു, അവൻ ഭാര്യ അന്വേഷിക്കുന്നു. രണ്ടാമത്തവനും വരുന്നു, അവനും ഭാര്യ അന്വേഷിക്കുന്നു. പക്ഷേ 7 പേർക്ക് ഒരു ഭാര്യയുള്ളൂ. അപ്പോൾ അവിടെ ബഹളാവില്ലേ? അപ്പോൾ കർത്താവിനെ കൊടുക്കുവാൻ ചോദിച്ചൊരു ചോദ്യമാണ്. കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? പുനരുത്ഥാനത്തിൽ മനുഷ്യൻ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു എന്ന് പറയും. അപ്പോൾ വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ചുള്ള തർക്കത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? മറ്റേ ഇസ്ലാം എന്താ പറയണമെന്നറിയോ? സ്വർഗത്തിലാണ് ഇനി അടുത്ത വിവാഹവും താമസമൊക്കെ. സുന്ദരിമാരായിട്ട് സ്വർഗത്തിൽ പോയി വിവാഹം കഴിച്ച് അവിടെ ജീവിക്കുക, പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ബൈബിൾ എന്തു പറയുന്നോ അതിനെതിരായിട്ട് പറയുന്നതാണ്. ഇത് ഞാനൊരു ഉദാഹരണം മാത്രമേ പറയൂ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അന്ത്യപ്രവാചകൻ യോഹന്നാന് പകരമുള്ള പ്രവാചകനാണ് ആര്? മുഹമ്മദ്. എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നാണ്. ഈ പ്രവാചകൻ എന്താ പറഞ്ഞേ? ഈ പ്രവാചകന് പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. ഈ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പണ്ഡിതന്മാർ വഴി നിരന്തരം യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായിട്ട് പാരഡി ഗാനങ്ങളും കഥകളും ഉണ്ടാക്കിക്കൊണ്ട് മെനഞ്ഞെടുക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ താറടിക്കുന്ന അള്ളപ്രവാചകന്മാർ, അന്ത്യപ്രവാചകന്മാർ ഇന്ന് ലോകത്തിൽ നിറഞ്ഞിരിക്കുക. ഇതിനെക്കുറിച്ച് കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പേ തന്നെ പറഞ്ഞു, ഞാൻ പോയ ശേഷം പലരും ഇവിടെ വന്ന് നിങ്ങളെ തെറ്റിക്കും. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണമൊന്നും ആവശ്യമില്ല. സ്വർഗത്തിലേക്ക് പോകാൻ ക്രൂശമരണത്തിൻ്റെ വിശ്വാസമൊന്നും ആവശ്യമില്ല. ഇസ്ലാം മതത്തിൽ ചേർന്നാൽ മതി. ഇസ്ലാം മതത്തിൽ ഒരു രക്ഷകനെ അയച്ചതായിട്ട് എങ്ങും പറയുന്നില്ല. ആ രക്ഷകൻ മനുഷ്യരാശിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് പറയുന്നില്ല. എന്ത് വാഗ്ദാനമാണ് നൽകുന്നതെന്ന് പറയുന്നില്ല. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം. ഇസ്രായേലിനെ തകർക്കുക വഴി ദൈവത്തിൻ്റെ നിർണയങ്ങൾ പ്രവൃത്തിപഥത്തിലാക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തും. ഇപ്പോൾ ബൈബിളിനെ വില കുറച്ച് കാണിക്കുക. ലോകത്തിൽ ഒരു മതഗ്രന്ഥങ്ങൾക്കും ബൈബിൾ പറയുന്ന ആശയങ്ങൾ, വാക്തത്വങ്ങൾ, അത് നൽകുന്ന തെളിവുകൾ, ഉറപ്പുകൾ, ഇതിനെല്ലാറ്റിലും ഉപരിയായി വേദപുസ്തകം ഒരു ഏക രക്ഷകനെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യന് ആവശ്യമുള്ളതും സങ്കല്പിക്കുന്നതും ആശിക്കുന്നതുമായ എല്ലാ വാഗ്ദത്തങ്ങളും യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടുതൽ അറിവ് പ്രാപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഭൂമുഖത്ത് പലവിധമായ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ, പലവിധമായ ആശയങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുന്നു. പലവിധമായ ആശയങ്ങൾ പ്രചരിക്കുന്നു, നല്ലത് തന്നെയാണ്. പക്ഷേ മനുഷ്യന് ആത്യന്തികമായി പ്രയോജനം നൽകുന്ന ഒരു വിഷയങ്ങളും ബൈബിൾ ഒഴികെ മറ്റൊരു പുസ്തകവും പറയുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടെത്തിയിരിക്കുന്ന വലിയ സത്യം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരവസരത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കുന്നു.